മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഗംഗാധര മേനോൻ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്തോ വലിയ പ്രശ്നം കൊണ്ടാണെന്ന് ശിവശങ്കറിന് മനസ്സിലായി. എന്താ എന്താ ഗംഗേട്ടാ, എന്താ പ്രശ്നം? ശിവശങ്കരൻ ചോദിച്ചു. അവന്റെ ഉള്ളിലെ പുതിയൊരു ഭയം കയറാൻ തുടങ്ങിയിരുന്നു. ശിവ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാടാ. നമ്മൾ ഇനി വല്ലാതെ സൂക്ഷിക്കേണ്ട ടൈമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഗംഗാധരന്റെ ശബ്ദം നേരിയ തോതിൽ തന്നെ വിറക്കുന്നുണ്ടായിരുന്നു. എന്താ കാര്യമെന്ന് വ്യക്തമായിട്ട് പറ ഗംഗേട്ട. മനുഷ്യന്റെ നെഞ്ചിരിപ്പ് കൂടാതെ. ഗംഗാധരൻ ചുറ്റുമൊന്ന് നോക്കി ആരും കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അയാൾ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ബാലചന്ദ്രൻ, അവൻ വെറുതെ ഇരിക്കില്ല. പഴയ ചരിത്രങ്ങൾ എല്ലാം അവൻ ഇരുന്ന് ചെകയാറാ. നമ്മൾ പണ്ട് മണ്ണിന് മൂടി വെച്ച് കുഴിച്ചിട്ട ആ ഒരു കുറേ അവശിഷ്ടങ്ങളില്ലേ, അതെല്ലാം അവൻ മാന്തി എടുത്തോണ്ടിരിക്കുവാണ്. അത് മുഴുവൻ വെളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓർക്കാൻ കൂടി വയ്യ ശിവേ. അത് ബാധിക്കാൻ പോകുന്നത് നമ്മുടെ പെങ്ങളെ മാത്രമല്ല, നമ്മളെയും കൂടി തന്നെയാ. എനിക്ക് അവനെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു പേടിയാ. അവൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. ഓരോ വാക്കിനും എന്തൊക്കെയോ മൂർച്ചയെന്നറിയാമോ. മനസ്സിനെ ഇങ്ങനെ കുത്തി കുത്തി വേദനിപ്പിക്കുക അവൻ. ശിവശങ്കരൻ ഒന്ന് നെടുവീർപ്പിട്ടു. ഗംഗാധരന് ഇതിന് ഏറ്റവും വലിയ ആഘാതമേൽക്കുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു. കാരണം വർഷങ്ങൾക്ക് മുൻപ് ആഗ്രയിൽ ഗംഗാധരന്റെ അടുത്തായിരുന്നു വൈജയന്തി നിന്നിരുന്നത്. സ്റ്റാൻലി ജോസഫുമായിട്ടുള്ള വൈജയന്തിന്റെ പ്രണയം, ആ കുഞ്ഞുണ്ടായ സമയത്തൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഗംഗാധരനാണ്. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് അന്ന് സ്റ്റാൻലിയെയും വൈജയന്തിയെയും അവൻ അകറ്റിയത്. അതെല്ലാം ഉടനെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞാൽ ശിവ, നീ ഒന്ന് ഓർത്തു നോക്ക്. നമ്മൾ ഏതവസ്ഥയിലായിരിക്കും? വൈജയന്തിന്റെ മുന്നിൽ പിന്നെ വെറും സീറോ ആയി പോവില്ലേ? വൈജയന്തിന്റെ മുന്നിൽ സീറോ ആവുന്നത് പോട്ടെ, ആ സ്റ്റാൻലി വൈജയുടെ പഴയ കാമുകൻ അലീനയുടെ അച്ഛൻ. അവൻ അലീന ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുവോ? അവൻ വൈജയന്തി എവിടെയാണെന്ന് അന്വേഷിക്കില്ലേ? അന്വേഷിച്ചിട്ട് വൈജയന്തി തിരികെ അവൻ ഇങ്ങോട്ടേക്ക് വരില്ലേ? ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ നിനക്ക്? ഗംഗാധരന്റെ വാക്കുകൾ ഒരു ചുഴലിക്കാറ്റ് പോലെയാണ് ശിവശങ്കരന്റെ കാതിൽ പതിച്ചത്. ശിവശങ്കരൻ മറുപടി ഒന്നും പറയാതെ ജനന്റെ പുറത്തേക്ക് നോക്കി നിന്നു. ഗംഗാധരൻ തുടർന്നു. പിന്നെ നമ്മൾ വൈജയന്തിൽ നിന്നും മറച്ചുവെച്ച പല കാര്യങ്ങളുമുണ്ട്. സ്റ്റാൻലിയുമായിട്ട് നമുക്ക് ബന്ധമുള്ള പലതുമുണ്ട്. ആ സംഭവങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ആകെ മൊത്തം തകർന്ന് തരിപ്പണമായി പോവും നമ്മൾ. ഇതിനിപ്പോ എന്താ ചെയ്യുക ഗംഗേട്ട? ശിവശങ്കരൻ നിസ്സഹായതയോട് ചോദിച്ചു. എങ്ങനെയെങ്കിലും വൈജയന്തി തിളക്കണം. അവളെ തിളക്കാനുള്ള ഒരു ഡോസ് ഇട്ടുകൊടുത്തില്ല എങ്കിൽ കാര്യം കൈവിട്ട് പോവും. അലീന ഇവിടെ നെടുമ്പഴക്ക് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അലീന ഇവിടെ നിൽക്കുകയാണെങ്കിൽ ബാലചന്ദ്രൻ ഒരിക്കലും അലീനയെ കൊണ്ടുപോവാൻ സ്റ്റാലിയുടെ അടുത്തേക്ക് പോവില്ല. പക്ഷേ അലീന ഇവിടെ നിൽക്കണമെങ്കിൽ വൈജയന്തി സമ്മതിക്കണം. വൈജ സമ്മതിക്കാതെ അലീന നിൽക്കില്ല. അതുകൊണ്ട് വൈജയന്തിക്ക് കാര്യങ്ങളൊക്കെ സമ്മതിപ്പിച്ച് അവളെ തളക്കാതെ വേറൊരു പരിഹാരവുമില്ല ഇതിന്. ശിവശങ്കറിന് ദേഷ്യം കൊണ്ട് വിറച്ചു. സ്റ്റാലിയുടെ നമ്പർ ബാലചന്ദ്രന് കൊടുത്തത് ഗംഗേട്ടനല്ലേ? ഗംഗേട്ടൻ അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? ഇത്രയും വലിയൊരു കുരുക്ക് സ്വയം തലയിൽ വെച്ചു കെട്ടണമായിരുന്നോ? ഗംഗാധരൻ ഒരു നിമിഷം തലകുനിച്ചു. പിന്നെ പറഞ്ഞു. പിന്നെ ഞാൻ എന്തടാ ചെയ്യേണ്ടത്? വൈജയന്തിയോട് അവൻ നേരിട്ട് നമ്പർ ചോദിക്കുമെന്നോ, അല്ലെങ്കിൽ നേരിട്ട് പോയി കണ്ടാലോ? ഞാൻ കൊടുക്കാതിരുന്ന ഗംഗാധരൻ നമ്പർ തന്നില്ല. വൈജയന്തി തായെന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അവനോട് പോയി ചോദിക്കുന്നൊരു അവസ്ഥ, അതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നീ ആ സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടാവും? അതൊക്കെ കേട്ടപ്പോൾ ശിവശങ്കറിന് മറുപടി ഇല്ലാതായി. അവൻ തലക്ക് കൈ കൊടുത്ത് കസേരയിലേക്ക് അങ്ങ് വീണു. എന്റെ പൊന്നോ, ഇതെന്തൊരു കുരുമേൽ കുരുവാ ഗംഗേട്ടാ. ഞാൻ ഹരിയുടെ കാര്യത്തിന് പുറകെ പോയിട്ട് വന്നിട്ട് ആകെ മടുത്ത് തകർന്നു നിൽക്കുവാണേ. അതിന്റെ കൂടെയാണ് ഇനിയിപ്പോൾ ഈ ഒരു തലവേദനയും. സത്യം പറയാലോ ഗംഗേട്ടാ, നിന്ന് നിൽപ്പിലങ്ങ് ഇടിവെട്ടി വീണ്ടും മരിച്ചാൽ മതിയെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അത്രമാത്രം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ശിവശങ്കറിന്റെ ശബ്ദത്തിൽ സങ്കടവും നിരാശയും തളം കെട്ടി നിന്നു. ശിവശങ്കറിന്റെ ഉള്ളിലെ സങ്കടം ഒരു അണ പൊട്ടി ഒഴുകുന്നത് പോലെ ഗംഗാധരന് തോന്നി. സ്വന്തം മകൻ ജയിലിൽ കിടക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അച്ഛന്റെ ഗതികേട്. ഇവിടെ കിടന്ന് കമല എന്നെ ടോർച്ചർ ചെയ്യുക, അതിന്റെ കൂടെ ഹരി എന്ന് ജയിലിൽ ചെന്ന് കണ്ടിട്ട് എന്റെ ചങ്ക് പൊട്ടിയ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു നിൽക്കുന്നത്. ഒരു മകനെ രക്ഷിക്കാൻ കഴിയാത്തൊരച്ഛൻ. ആ ഒരു കുറ്റബോധം എൻ്റെ മനസ്സിൽ നിന്നങ്ങ് പോകുന്നില്ല ഗംഗേട്ടാ. ഓരോ ദിവസവും ഞാൻ ചെല്ലുമ്പോഴും അവൻ്റെ ആ ഒരു നോട്ടമുണ്ട്. എന്താ എന്നെ രക്ഷിക്കാത്തത്? ഞാൻ മാത്രം എന്താ ഇവിടെ കിടക്കുന്നത് എന്ന് അവൻ ചിന്തിക്കില്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവന് ജന്മം കൊടുത്ത ഒരച്ഛനല്ലേ. എൻ്റെ ഒരു അവസ്ഥ ഗംഗേട്ടനൊന്ന് ഓർത്തു നോക്ക്. ശിവശങ്കരൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഗംഗാധരൻ പതുക്കെ ശിവശങ്കറിന്റെ തോളിൽ അങ്ങ് കൈവച്ചു. അതൊക്കെ ശരിയാ ശിവ, പക്ഷേ ഹരിയുടെ കാര്യത്തിൽ നീ കൂടുതൽ സങ്കടപ്പെടരുത്. അവനായിട്ട് തന്നെ വരുത്തി വെച്ചതാണ് അതെല്ലാം. അതുകൊണ്ട് ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് അവൻ പുറത്തിറങ്ങത്തുള്ളൂ. അത് നീ മനസ്സിലാവണം. ശിവശങ്കരൻ ഒന്നും മിണ്ടാതെ കണ്ണട തുടച്ചു. ശിവ, നീ ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല. നമ്മൾ രണ്ടുപേരും കൂടി വൈജയന്തിയെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം.
വൈജയന്തിയെ നെടുമ്പറക്കിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം. അലീനക്കൊപ്പം തന്നെ അവളെ നിർത്തണം. അവർ തമ്മിലുള്ള പ്രശ്നം അവസാനിക്കുകയെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വേറൊന്നും ചിന്തിക്കേണ്ടി വരില്ല. ആ കുടുംബം അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോയിക്കോളും. പക്ഷേ ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ അടുത്തേക്ക് എങ്ങാനും ചെന്നു കഴിഞ്ഞാൽ അലീനയുടെ കഥകളെല്ലാം തന്നെ പറഞ്ഞു കഴിയുകയാണെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന ആ ഒരു വലിയ ഭൂകമ്പം അത് നമുക്ക് തടയാൻ വൈജയന്തിയെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ശിവശങ്കരൻ നിരാശയോടുകൂടെ തലയാട്ടി. എന്റെ പൊന്നു ഗംഗേട്ട, ആരെ കൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്കത് സമ്മതിപ്പിക്കാം. പക്ഷേ വൈജയന്തിയെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് സമ്മതിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതും ഇനി ഏത് രീതിയിലാണ് അവളാണെങ്കിൽ ഇന്ന് അലീന പോകണം, നാളെ അലീന പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുമല്ലേ. അവളുടെ മുൻപിൽ നമ്മൾ എന്ത് ചെന്ന് പറയും? ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ സത്യങ്ങളൊക്കെ തുറന്ന് അവളോടങ്ങ് പറയണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ? ഇതൊരു വലിയ തലവേദനയല്ലേ. അങ്ങനെ നമുക്ക് സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റൂ ശിവ? അത് പറ്റത്തില്ലല്ലോ. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ അവസ്ഥ. ഗംഗാധരൻ നെടുവീർപ്പിട്ടു. രണ്ടുപേർക്കും മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. ഒടുവിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് അവർ രണ്ടുപേരും വൈജയന്തിന്റെ മുറിയിലേക്ക് നടന്നു. നെഞ്ചെടുപ്പോടുകൂടെ ഓരോ ചുവടും വരാൻ പോകുന്ന ആ ഒരു പൊട്ടിത്തെറിയെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് അവരുടെ നടപ്പ്. വൈജയന്തിയുടെ മുറിയിൽ കയറി ചെല്ലുമ്പോഴേക്കും അവർ കണ്ടത് കിടക്കപ്പുറത്ത് വലിയൊരു പെയിന്റിങ്ങും കുറച്ചധികം കണക്ക് പുസ്തകങ്ങളും നിവർത്തി വെച്ചുകൊണ്ട് തന്നെ അതിൽ മുഴുകിയിരിക്കുന്ന വൈജയന്തിയാണ്. തന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ അവൾ കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു ഇത്. അലീന എന്ന പെൺകുട്ടിയെ തന്റെ ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുതൽ വൈജയന്തിയുടെ ഉള്ളിൽ എരിയുന്ന തീ അടങ്ങിയിരുന്നില്ല. തന്റെ ഭർത്താവ് തന്നെ ചതിച്ചു എന്ന ചിന്ത അവളെ കാർന്നു തിന്നുകയായിരുന്നു. അവൾക്ക് എത്രയും വേഗം ആ വീട്ടിൽ നിന്ന്, ആ ഓർമ്മകളിൽ നിന്നും പുറത്തു കടക്കണമായിരുന്നു. മുറിയിലേക്ക് കയറി വന്ന ഗംഗാധരനും ശിവശങ്കരനും അവൾ മുഖമുയർത്തിക്കൊണ്ട് അവളൊന്ന് നോക്കി. വീണ്ടും തന്റെ ആ ഒരു കണക്കുകളിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. തന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞില്ലേ വൈജയെ? ഇനി എന്നു മുതലാണ് നീ വർക്ക് ചെയ്യാൻ പോകുന്നത്? വളരെ പതുക്കെ തന്നെ തുടക്കം എന്ന നിലയിൽ ഗംഗാധരൻ ചോദിച്ചു. വൈജയന്തി മുഖമുയർത്താതെ തന്നെ മറുപടി പറഞ്ഞു. ഉടനെ തന്നെ പോവണം ഗംഗേട്ട. ഒരു ഡ്രൈവറെ ഏർപ്പാടാക്കണം. പിന്നെ വണ്ടി ഇതുവരെ പണി തീർത്തിറങ്ങിയിട്ടില്ലല്ലോ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പോകണം. ഒരു തീരുമാനമുണ്ടാക്കിയിട്ട് പോവാമെന്ന് ഓർത്തുകൊണ്ടാ ഇത്രയും ദിവസം. ഇനിയിപ്പോൾ ഇവിടെ നിന്നതുകൊണ്ട് വലിയ പ്രയോജനമോ തീരുമാനങ്ങളോ ഒന്നും ഉണ്ടാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഉടനെ തന്നെ ജോലിക്ക് കയറിയേ പറ്റത്തുള്ളൂ. അവളുടെ സ്വരത്തിൽ വല്ലാത്ത ദൃഢതയുണ്ടായിരുന്നു. ഗംഗാധരൻ അവളുടെ അടുത്തേക്ക് വന്നു നിന്നു. നീ ജോലിക്ക് കയറുന്നതിന് മുൻപ് നീ നിന്റെ ജീവിതം ആദ്യം ഒന്ന് സെറ്റാക്ക് വൈജയ്. അത് കേട്ടപ്പോൾ വൈജയന്തിയുടെ ഭാവം അങ്ങ് മാറി. അവൾ പേന നേരെ താഴത്തേക്ക് വെച്ച് ഗംഗാധരന്റെ മുഖത്തേക്ക് തുറപ്പിച്ചു നോക്കി. അവളുടെ കണ്ണുകൾ തീ പാറി. ജീവിതം എന്ത് സെറ്റാക്കാനാ ഗംഗേട്ടാ നിങ്ങൾ ഈ പറയുന്നത്? ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ വേറൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്ന് വീട്ടിൽ താമസിപ്പിച്ചിരിക്കുവാണ്. അതും എൻ്റെ മോളുടെ പ്രായത്തിലുള്ള ഒരു പിള്ളേർ പെണ്ണിനെ ആ വീട്ടിൽ കൊണ്ടുപോയി അവളെ താമസിപ്പിച്ചിരിക്കുക. ഇനി എന്ത് ജീവിതത്തിലാ ഞാൻ പരിഹാരങ്ങൾ ഉണ്ടാവേണ്ടത്? ഞാൻ എന്ത് തീരുമാനമെടുക്കാനാ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ തന്നെ പറ. വൈജയന്തിയുടെ ശബ്ദമുയർന്നു. അവൾ കിതച്ചുകൊണ്ട് തുറന്നു. ആ പെണ്ണാണെങ്കിൽ എവിടെ നിന്നോ കയറി വന്നൊരുത്തി. അവൾ എൻ്റെ മക്കളെല്ലാം തന്നെ കൂടെ വിളിച്ചുകൊണ്ട് തന്നെ കയ്യിലെടുത്ത് വെച്ചേക്കുക. അപ്പോൾ പിന്നെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്കിപ്പോൾ വേറൊന്നും നോക്കാനില്ല. മക്കളോ ഭർത്താവോ ഇപ്പോൾ നിങ്ങളോ ആരെയും എനിക്ക് നോക്കേണ്ട കാര്യവുമില്ല. ഈ പറയുന്ന എൻ്റെ ആങ്ങളമാർ വരെ ഇപ്പോൾ ബാലചന്ദ്രൻ്റെ സൈഡാണെന്ന് എനിക്കറിയാം. അവളുടെ വാക്കുകൾക്ക് കഠിനമായ മൂർച്ചയുണ്ടായിരുന്നു. ഗംഗാധരനും ശിവശങ്കരനും പരസ്പരം നോക്കി. അങ്ങനെ ബാലചന്ദ്രന്റെ സൈഡ് ഞങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നീ ഒന്ന് ഓർത്തു നോക്കിക്കേ വൈജയ്. ഞാൻ, ശിവൻ, അതുപോലെ തന്നെ മനു, ഇപ്പോൾ രോഹിത്, ബബിത, കൃഷ്ണമോൾ ഇവരെല്ലാം തന്നെ ബാലചന്ദ്രന്റെ സൈഡ് നിൽക്കുന്നുവെങ്കിൽ അതിലെന്തെങ്കിലും ഒരു അർത്ഥം കാണില്ലേ? നീ എന്താ അത് ചിന്തിക്കാത്തത്? ഗംഗാധരൻ അനുനയിപ്പിക്കാൻ നോക്കുന്ന സ്വരത്തിൽ തന്നെ ചോദിച്ചു. അതിന് ഒരർത്ഥവുമില്ലേ ഗംഗേട്ട? വൈജയന്തി പൊട്ടിത്തെറിച്ചു. അവൾ എല്ലാവരെയും മയക്കിയെടുക്കാൻ വേണ്ടി മിടിക്കുകയാണല്ലോ. അത്രയും കഴിവൊന്നും എനിക്കില്ല. അവൾ ഭയങ്കര മിടിക്കുക എല്ലാവരെയും മയക്കിയെടുക്കാനായിട്ട്. എവിടെ നിന്നോ ഒരുത്തി കയറി വന്നപ്പോൾ മുതൽ തുടങ്ങിയതായി നാടകം. എന്നിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നതെന്താ? ഞാനും അവളും കൂടി ഒരുമിച്ച് ആ വീട്ടിൽ കഴിയണമെന്നോ? ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല അത്. അവൾ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാം. ഈ വൈജയ് നെടുമ്പുറക്കൽ വീട്ടിൽ ആ അലീനക്കൊപ്പം കഴിയണമെങ്കിൽ അതെന്റെ ശവമായിട്ടായിരിക്കും. അന്ന് ഞാൻ ചാകും. അല്ലാതെ ഒരിക്കലും ഈ വൈജയ് അലീനയോടൊപ്പം അവിടെ താമസിക്കാനൊന്നും പോകുന്നില്ല. അവളുടെ തീർപ്പ് കൽപ്പിക്കൽ കേട്ടുകൊണ്ട് ഗംഗാധരൻ എന്തു പറയണമെന്നറിയാതെ നിന്നുപോയി. എന്നാലും അയാൾ അവസാന ശ്രമമെന്നോളം പറഞ്ഞു നോക്കി. അതേ വൈജയ്, നീ ഇപ്പൊ കാണിച്ചു കൂട്ടുന്നത് കൊണ്ട് അലീന ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് ഉണ്ടാവാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് നിനക്കറിയാമോ? അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ തകരാൻ പോകുന്നത് നിന്റെ കുടുംബമായിരിക്കും വൈജയ്. നീ കെട്ടിപ്പൊക്കിക്കൊണ്ടുവരുന്ന ആ ഒരു നിന്റെ കുടുംബം, നിന്റെ മകൾ, നിന്റെ ഭർത്താവ്, ഇതെല്ലാം നിനക്ക് നഷ്ടമാവുക മാത്രമല്ല അതിന്റെ കൂടെ വലിയൊരു മാനനഷ്ടം കൂടി നിനക്കുണ്ടാവും. പിന്നെ തകർന്ന് തരിപ്പണമായി പോവാൻ പോകുന്നത് ഈ കൈതക്കൽ തറവാടും കൂടിയാ. ഇതിന്റെ നഷ്ടം വരാൻ പോകുന്നത് ബാലചന്ദ്രനല്ല, നിനക്ക് തന്നെയായിരിക്കും. ഒരിക്കലും ബാലചന്ദ്രന് അതിന്റെ നഷ്ടം വരില്ല.
നിനക്കും നീ പ്രസവിച്ച മക്കൾക്കും അതുപോലെ തന്നെ നിന്റെ ഏട്ടന്മാരായ ഞങ്ങൾക്കുമായിരിക്കും അതിൻ്റെയൊക്കെ വലിയ നഷ്ടം വരാൻ പോകുന്നത്. ഗംഗാധരൻ ഇത് പറയുമ്പോൾ ആ പഴയ ചരിത്രങ്ങളും സ്റ്റാലിയും എല്ലാം തന്നെ അയാളുടെ മനസ്സിലൂടെ മിന്നി മറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ വൈജയന്തി അറിയുന്നില്ല. വൈജയന്തി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. നിങ്ങൾക്ക് എന്ത് നഷ്ടം വരാൻ പോകുക ഗംഗേട്ടാ? നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. നിങ്ങൾ വിവാഹം കഴിച്ചു, നിങ്ങൾ വേറെ കുടുംബമായിട്ടും മക്കളുമായിട്ടും ജീവിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്ത് നഷ്ടമാണ് വരാൻ പോകുന്നത്? എനിക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. ഞാൻ അവിടെ ചെന്ന് താമസിച്ച ആ അലീനയുടെ കൂടെ ജീവിച്ചാലാണ് എനിക്ക് നഷ്ടം വരാൻ പോകുന്നത്. അല്ലാതെ എനിക്കൊരിക്കലും ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല, വൈജയന്തി തീർത്തും പറഞ്ഞു. ഇത്രയും നേരം ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ശിവശങ്കരന് മേനോന് ദേഷ്യം അങ്ങ് ഇരിച്ചു കയറി. തന്റെ മകന്റെ കാര്യത്തിൽ ആകെ തകർന്നിരിക്കുന്ന അവന് വൈജയന്തിയുടെ ഈ ഒരു വാശി സഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമായിരുന്നു. ഗംഗാധര മേനോൻ പരമാവധി ക്ഷമയോടെ നെല്ലിപ്പടി കണ്ടാണ് അവളുടെ അടുത്ത് നിൽക്കുന്നത്. അവനറിയാമായിരുന്നു ആ കാര്യം. എന്റെ പൊന്നു വൈജയെ, ശിവശങ്കരൻ അങ്ങ് പൊട്ടിത്തെറിച്ചു. എന്നിട്ട് ഗംഗാധരനെ നേരെ തിരിഞ്ഞു പറഞ്ഞു, ഗംഗേട്ടാ, ഇവളോട് ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഇവളുടെ പാട്ടിനങ്ങ് വിട്ടേക്ക്. ബാലചന്ദ്രൻ എന്തെങ്കിലുമൊക്കെ ചെന്ന് കാണിച്ചു കൂട്ടട്ടെ, എന്തെങ്കിലും അവൻ ചെയ്യട്ടെ, അത് മതി. ഇവളുടെ കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നാറാൻ പോകുന്നത് നമ്മളും കൂടിയായിരിക്കും. ആ ബാലചന്ദ്രന്റെ മുന്നിൽ തല കുനിക്കാൻ പോകുന്നത് നമ്മളും കൂടിയായിരിക്കും. വാ ഗംഗേട്ടാ, നമുക്ക് പോവാം. ഇതൊക്കെ കേട്ടതോടുകൂടെ വൈജയന്തിയുടെ നിയന്ത്രണം വിട്ടു. ആരും എന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കണ്ട, അവൾ അലറിക്കൊണ്ട് പറഞ്ഞു. ഞാൻ കാരണം ആരും നാറാനും പോകുന്നില്ല. ഇതെന്റെ ജീവിതമാണ്. അത് ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. അലീനയുമായിട്ടുള്ള ഒരു ബന്ധം തുടരാൻ എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അലീനയുള്ള ആ ഒരു വീട്ടിലേക്ക് പോവില്ല. വേറെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറ. ഇത്രയും പറയാൻ ഗംഗേട്ടൻ അവിടെ നിന്നും ഇത്ര ദൂരം വരണമെന്നൊന്നുമില്ല. അതിൻ്റെയൊന്നും യാതൊരുവിധ ആവശ്യമില്ലായിരുന്നു. എന്തിനാ വെറുതെ വന്നത്? ഞാൻ നെടുമ്പുരക്കൽ വീട്ടിലേക്ക് പോവാനും പോകുന്നില്ല. അവിടെ നിന്നും അലീന പോയേ തീരുള്ളൂ. ഒരു വലിയ സ്ഫോടനം കഴിഞ്ഞതുപോലെ തന്നെ ആ മുറിയിൽ പെട്ടെന്നൊരു നിശബ്ദത പടർന്നു. ഗംഗാധരനും ശിവനും പരസ്പരം നോക്കി. വല്ലാത്തൊരു പ്രതിസന്ധിയിലായി പോയി അവരെ. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. പതുക്കെ അവർ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇനി നമുക്ക് അലീനയെ കണ്ടൊന്ന് സംസാരിച്ചു നോക്കിയാലോ ഗംഗേട്ടാ? നടവഴിയിലൂടെ നടക്കുമ്പോൾ നിരാശയോടുകൂടെ ശിവശങ്കരൻ ചോദിച്ചു. അലീനയെ ചിലപ്പോൾ കണ്ട് സംസാരിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവൾ എവിടെ നിൽക്കാൻ തയ്യാറാണെങ്കിലോ? ഗംഗാധരൻ ഒരു വിഷാദ ചിരിയോടുകൂടെ തലയാട്ടി. അവളും ഭയങ്കര അഭിമാനമുള്ള പെണ്ണാടാ. ഈ പറയുന്ന നമ്മുടെ വൈജയന്തിയെ പോലെ തന്നെ വാശിക്ക് വാശി, തലക്ക് തല, കാലിന് കാലി എന്നുള്ള ഒരാളുടെ മോൾഡ് തന്നെയല്ലേ ഈ അലീനയും. അപ്പോൾ പിന്നെ അതുകൊണ്ട് അവൾ ഒരിക്കലും നമ്മൾ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവൾ പോവുക തന്നെ ചെയ്യും. ഒരു അഭിമാനമുള്ള പെൺകൊച്ചും അങ്ങനെ ആ വീട്ടിൽ നിൽക്കത്തില്ല. പ്രത്യേകിച്ച് അലീന വളർന്നു വരുന്ന സാഹചര്യമൊക്കെ അതൊക്കെ തന്നെയാണല്ലോ. നമുക്ക് അവളുടെ സ്വഭാവം അറിയാലോ. അവൾ ഒരിക്കലും പോകാൻ പോകുന്നില്ല എന്നല്ല, അവൾ പോവുക തന്നെ ചെയ്യും. ഗംഗാധരനൊന്ന് നിർത്തിയിട്ട് വീണ്ടും പറഞ്ഞു, അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ശിവ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. ഇനിയിപ്പോൾ എന്താ ഗംഗേട്ട ഇതിനൊരു വഴി? എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ നമുക്ക്? ശിവശങ്കരൻ തലയിൽ കൈവച്ചു മുറ്റത്തെ ആ ഒരു മഴച്ചാറിലേക്ക് നോക്കിക്കൊണ്ടതിനെ അവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നിസ്സഹായരായി നോക്കിയിരുന്നു. അവർ സംസാരിച്ച് നിൽക്കുന്നിടയിലേക്കാണ് പെട്ടെന്ന് കമല അങ്ങോട്ടേക്ക് വന്നത്. കമലയുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. മുടി പാറിപ്പറന്ന് ആകെ തളർന്നൊരു കോലത്തിലായിരുന്നു അവൾ. ഹരിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു കമലയുടെ മനസ്സിൽ. നിങ്ങൾ സ്വന്തം പെങ്ങളുടെ കാര്യം നോക്കിക്കൊണ്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചോദിക്കുക, ഹരിയുടെ കാര്യം എന്തായി? കമലയുടെ സ്വരത്തിൽ പരിഭവവും സങ്കടവും ദേഷ്യവും ഒരുപോലെ കലർന്നിരുന്നു. അവന് ജാമ്യം കിട്ടുകയോ ഇല്ലയോ? ശിവശങ്കരൻ ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ഈ പ്രാവശ്യത്തെ ഹിയറിംഗിൽ അവന് ജാമ്യം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നോക്കണമെന്ന വക്കീല് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ കമലമ്മ പൊട്ടിക്കരഞ്ഞുപോയി. നിങ്ങൾ എന്ത് കഴിവ് കെട്ട ഒരു മനുഷ്യനാ, അല്ലെങ്കിൽ തന്നെ കഴിവ് കെട്ട ഒരു അച്ഛനാ നിങ്ങൾ. സ്വന്തം മോൻ അവിടെ നിരകിക്കുമ്പോൾ ഇവിടെ പെങ്ങളുടെ പുറകെ നടക്കുക നിങ്ങൾ. ശിവശങ്കരന്റെ സമനില തെറ്റി. ഉള്ളിലെ ടെൻഷൻ മുഴുവൻ അവൻ കമലയോടങ്ങ് തീർത്തു. മര്യാദക്കകത്തേക്ക് കയറി പോയിക്കോണം കമലേ. മനുഷ്യന്റെ തലക്കിവിടെ ചൂട് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് ചിലച്ച് കഴിഞ്ഞാലുണ്ടല്ലോ. അവൻ വിരൽ ചൂണ്ടിക്കൊണ്ട് ഗർജിച്ചു. പിന്നെ ഞാൻ ചിലക്കാതെ എന്തു ചെയ്യും? എനിക്ക് എൻ്റെ കൊച്ചിനെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ ഭഗവാനെ. അവൾ നെഞ്ചത്തടിച്ച് കരഞ്ഞു. നിന്നോട് പോയി കാണാൻ പറഞ്ഞാൽ നീ കാണാത്തത് എൻ്റെ കുഴപ്പമാണോ? എനിക്ക് എൻ്റെ കൊച്ചിനെ ജയിലിൽ പോയി കാണണോ? അവിടെ അവരെ എങ്ങനെ കിടക്കുന്നത് കാണാനൊന്നും എനിക്ക് പറ്റില്ല. അതെനിക്ക് താങ്ങാനാവില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ പോയി കാണാത്തത്. ശിവശങ്കരന്റെ തൊണ്ടയിടറി. എന്നാ പിന്നെ കണക്കായി പോയി. ഓരോന്നുണ്ടാക്കി വെച്ചോളൂ. എന്നിട്ട് മനുഷ്യന് തലവേദന എന്നൊക്കെ പറഞ്ഞ് നടന്നോളൂ. കമല കണ്ണീരോടുകൂടെ അകത്തേ കൂടി. ശിവശങ്കരൻ അവിടെ തന്നെ തറഞ്ഞു നിന്നു. ഒരു വശത്ത് തകർന്നടിയാൻ പോകുന്ന തറവാടിന്റെ മാനം, മറുവശത്ത് ജയിലിൽക്കുള്ളിൽ കിടക്കുന്ന സ്വന്തം ചോര. അയാൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി.
സമയത്തിനെ കാണിക്കുന്നത് അലീനയായിരിക്കും. അലീന രോഹിത്തിനും ബബിതക്കും കൃഷ്ണമോൾക്കും ഒപ്പം തന്നെ അവിടെ ഇങ്ങനെ ബീച്ചിലൊക്കെ കറങ്ങി നടക്കുമായിരുന്നു. വരാൻ പോകുന്ന വലിയൊരു കൊടുങ്കാറ്റിനെ കുറിച്ച് യാതൊരുവിധ ബോധ്യവുമില്ലാതെ തിരമാലകളോട് മത്സരിച്ചുകൊണ്ട് അവൾ ചിരിച്ചോടിക്കൊണ്ട് നടന്നു. ബീച്ചിലെ കാറ്റിൽ അവളുടെ മുടിയിഴകൾ ഇങ്ങനെ പാറിപ്പറന്നു. പർച്ചേസിങ്ങിലും കളിയും ചിരിയും ഒക്കെയായിട്ട് ആ നിമിഷങ്ങൾ അവളിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. അവളുടെ ഉള്ളിലും വാശിയുണ്ടായിരുന്നു. തന്നെ വേണ്ടാത്ത ആ വീട്ടിലേക്ക് താൻ ഇനി നിൽക്കില്ല. എങ്കിലും പുറമെ അവൾ അതൊന്നും കാണിക്കാതെ ചിരിച്ചുകൊണ്ട് നടന്നു. എന്നാൽ ഇതേ സമയം പുനലൂരിലെ ഒരു ചെറിയ ടൗണിൽ ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും ബാലേന്ദ്രനും ഗോവർദ്ധനും പുറത്തേക്കിറങ്ങി. ബാലചന്ദ്രന്റെ മുഖത്ത് എന്തോ നേരിടാനുള്ളൊരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. വർഷങ്ങളോളം ഒളിച്ചുവെക്കപ്പെട്ട ആ ഒരു പലരുടെയും ജീവിതങ്ങളെ മാറ്റിമറക്കാൻ പോകുന്ന ആ ഒരു വലിയ സത്യം തേടിയുള്ള യാത്രയുടെ അവസാന ഘട്ടത്തിലായിരുന്നു അയാള്. അലീനയുടെ യഥാർത്ഥ അച്ഛനായ സ്റ്റാൻലിയെ കണ്ടെത്തുക, സ്റ്റാൻലി ജോസഫിനെ കണ്ടെത്തുക, എന്നിട്ട് അയാളുടെ അടുത്തേക്ക് അലീനയെ ഏൽപ്പിക്കുക എന്നത് മാത്രമായിരുന്നു ബാലചന്ദ്രന്റെ ലക്ഷ്യം. അങ്ങനെ ഒരുപാടധികം അന്വേഷണങ്ങൾക്കൊടുവിലാണെങ്കിലും ബാലചന്ദ്രൻ സ്റ്റാൻലി ജോസഫിന്റെ വീട് കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനെ സ്റ്റാൻലി ജോസഫിന്റെ അടുത്തേക്ക് അലീനയെ ആക്കണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഇങ്ങനെ സ്റ്റാൻലി ജോസഫിന്റെ അടുത്തേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.